സുഭാഷിതം. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. The Lord is not slack concerning his promise, as some count slackness, but is long suffering toward us, not willing that any should perish, but that all should come to repentance. 2 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ഈ കാര്യങ്ങളുടെ പശ്ചാത്തലം ചിന്തിക്കുമ്പോൾ 3-4 വാക്യങ്ങളിൽ ഉന്നയിച്ചിരിക്കുന്ന ചിലരുടെ സംശയങ്ങളുടെ മറുപടിയാണെന്ന് മനസ്സിലാക്കാം. വിശ്വാസികളെ ആത്മീയമായി ഉണർത്തി ധൈര്യപ്പെടുത്തുന്നതിനും ദുരുപദേഷ്ടാക്കൾക്കും കള്ളപ്രവാചകന്മാർക്കും എതിരെ മുന്നറിയിപ്പ് നൽകുന്നതിനുമാണ് പത്രോസ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. ആദിമ ക്രിസ്ത്യാനികളിൽ ചിലരെങ്കിലും കർത്താവിന്റെ വീണ്ടും വരവ് അവരുടെ ജീവിതകാലത്ത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചിരുന്നു. സഭകളിൽ ദുരുപദേശം കടത്തിവിട്ട പരിഹാസികൾ അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ എന്നുള്ള ചോദ്യവുമായി മുന്നോട്ട് വന്നു. സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളുവാൻ പത്രോസ് തന്റെ വായനക്കാരെ അറിയിക്കുന്നു. ഇന്നത്തെ കാലയളവിലും പലരും ചോദിക്കാറുണ്ട്, 2000 വർഷമായി പറയുന്നല്ലോ നിങ്ങളുടെ കർത്താവ് വരുമെന്ന്, ദൈവം എന്താണ് ഇത്രയധികം സമയം എടുക്കുന്നത് എന്നൊക്കെ. നമ്മുടെ സമയ സങ്കല്പത്തിന് അതീതനാണ് ദൈവമെന്ന് 8-ാം വാക്യത്തിൽ പത്രോസ് പറഞ്ഞിരിക്കുന്നു. കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെ ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത്. ദൈവത്തിന്റെ കരുണയാണ് ന്യായവിധി വൈകിപ്പിക്കുന്നത് എന്ന് നാം വായിച്ച വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. ആരും നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. യോഹന്നാൻ 3:16 എഴുതിയിരിക്കുന്ന പോലെ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ആരും നശിച്ചു പോകരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കർത്താവായ യേശുക്രിസ്തു എനിക്കും നിങ്ങൾക്കും വേണ്ടി ലോകത്തിലേക്ക് വന്നത്. ദൈവത്തിന്റെ ദീർഘക്ഷമയുടെ ആഴം എത്ര അഗോചരം! ചില വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് വന്നിരുന്നുവെങ്കിൽ ഞാൻ നിത്യനാശത്തിലേക്ക് പോകുമായിരുന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾ മാനസാന്തരപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളും കൂടെ ആ അനുഭവത്തിലേക്ക് വരുവാൻ ഇച്ഛിച്ചിട്ട് കർത്താവിന്റെ വരവിന്റെ വാഗ്ദത്തം നിറവേറ്റുവാൻ ദീർഘക്ഷമ കാണിക്കുകയാകുന്നു. കർത്താവിന്റെ വരവ് നാം നനയാത്ത നാളിലും നാഴികയിലും ആയിരിക്കുമെന്ന് അടുത്ത വാക്യത്തിൽ പത്രോസ് എഴുതിയിരിക്കുന്നു. സഭയുടെ ഉത്പ്രാപണത്തിന് ശേഷം നടക്കുന്ന യേശുവിന്റെ മഹത്വ പ്രത്യക്ഷതയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ് തുടർന്ന് പത്രോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആകാശം കൊടിമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, ഭൂമിയും അതിന്റെ പണികളും വെന്തുപോകും. ദൈവമക്കൾ നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കും അവകാശികളാകുകയും ദൈവനിഷേധികൾ നിത്യശിക്ഷാവിധിയിലേക്ക് തള്ളപ്പെടുകയും ചെയ്യും. നാം എന്താണ് ചെയ്യേണ്ടതെന്ന് 11 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നു. 14-ാം വാക്യം വായിക്കുന്നത്, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കയാൽ അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ ദീർഘക്ഷമയെ രക്ഷയെന്ന് വിചാരിപ്പീൻ. വീണ്ടും 17-ാം വാക്യത്തിൽ പറയുന്നു, എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ മുൻകൂട്ടി അറിഞ്ഞിരിക്കൊണ്ട് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുവീൻ. വാഗ്ദത്തം ചെയ്തവൻ അത് നിവർത്തിക്കുക തന്നെ ചെയ്യും. ലോക സംഭവങ്ങളെല്ലാം കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിക്കുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും.
എന്നെ ശ്രവിക്കുന്ന എല്ലാവരും ഈ വാഗ്ദത്തം പ്രാപിക്കുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രൂപാന്തരം